ഹായ് ഹലോ എല്ലാവർക്കും ഷെറൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ലേ, പേപ്പർ ബാഗാണ്. കണ്ടോ, വെറും 2 സാധനങ്ങൾ, ഈ വള്ളിയും കൂടെ കൂട്ടി 3 സാധനങ്ങൾ മാത്രം മതി ഈ പേപ്പർ ബാഗ് ഉണ്ടാക്കാൻ. എളുപ്പമാണ്, ഒരുപാടില്ല. നമ്മുടെ വീട്ടിലെന്തായാലും ന്യൂസ് പേപ്പർ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ ബാഗ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ പേപ്പർ, പിന്നെ അതിന് ഒരു വള്ളി വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു നൂല്, ഞാനൊരു ബ്ലാക്ക് കളർ നൂലാണ് എടുത്തേക്കുന്നത്. കട്ടിയുള്ള എന്ത് നൂലായാലും കുഴപ്പമില്ല. പിന്നെ പശ ഉണ്ട്, ഞാൻ ഈ നൂലാണ് എടുത്തേക്കുന്നത്. ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ഫുൾ ഷീറ്റ് പേപ്പറാണ്. അകത്തെ ഒരു ഫുൾ ഷീറ്റ് പേപ്പർ ഉണ്ടല്ലോ, അകത്തെയോ പുറത്തെയോ ഫുള്ള് വേണം. അത് പേജ് നമ്പർ 1, 2 പിന്നെ ലാസ്റ്റത്തെ കൂടെ വരില്ലേ, അതും കൂടെ. അപ്പം നമുക്കിത് കറക്റ്റായിട്ട് കട്ടിയിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, ഞാൻ ഇതുപോലെ ഒരു ഫുൾ പേപ്പറാണ് എടുത്തേക്കുന്നത്. നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, പശ തേക്കണം ഒരു സൈഡിൽ നന്നായിട്ട് പശ തേച്ച് കൊടുക്കുക. ഫെവിക്കോൾ ഉണ്ടെങ്കിൽ അതായാലും മതി, പശ വെച്ചാലും നമുക്ക് പറ്റും. കണ്ടില്ല, അതുപോലെ സൈഡിൽ നന്നായിട്ട് തേക്കുക, അകത്തും അതുപോലെ സെന്റർ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇത് നമുക്കൊരു സ്കെയിൽ കൊണ്ട് ഇത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാം. കണ്ടില്ലേ, ഇങ്ങനെ ഫുൾ നമുക്ക് ആ പശ ആക്കാം. ഈ പശ ഉണങ്ങി കിട്ടുന്ന സമയം മതി നമുക്ക് ഈ പേപ്പർ ബാഗ് യൂസ് ചെയ്യാൻ തുടങ്ങാൻ. ഒരുപാട് സമയം എടുക്കില്ല, പെട്ടെന്ന് ഉണങ്ങും. ഇതൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം പേപ്പർ ഇതുപോലെ ഒട്ടിക്കുക. അധികം ചുളിവോ അങ്ങനെയൊന്നും വരാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് അമർത്തി ഒന്ന് നേരെയാക്കി എടുക്കുക. കണ്ടില്ലേ, ആ പശയുടെ നനവാണ് കാണുന്നത്. ഉണങ്ങുമ്പോൾ അത് മാറിക്കോളും. ഇനി അതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ അകത്തേക്ക് മടക്കുക. ഈ ഒരു വലുപ്പത്തിൽ വേണം അകത്തേക്ക് മടക്കാൻ. കണ്ടില്ലേ, ഇതുപോലെ മടക്കുക. അവിടെയും സെയിം നമ്മൾ ഗം തേച്ച് കൊടുക്കുക. എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫെവിക്കോൾ വെച്ച് മാത്രമേ പറ്റുള്ളൂ എന്ന് ചോദിച്ചത്. ഞാൻ നേരത്തെ ഉണ്ടാക്കിയപ്പം അല്ല, സാധാരണ ഗമ്മ കൊണ്ടും പറ്റും. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. പേപ്പറല്ലേ, അപ്പം പശ കൊണ്ട് ഒട്ടുമല്ലോ. പിന്നെ ഇത് ഉണങ്ങാൻ ഇച്ചിരി സമയം എടുക്കുമെന്ന് മാത്രം, ആ നനവ് പോലത്തെ ഇത് മാറാൻ. ഇനി മടക്കാം. ഇതുപോലെ മടക്കുക. ഇപ്പുറത്തെ സൈഡും സെയിം. കണ്ടില്ലേ, ഇതുപോലെ വേണം മടക്കാൻ. ഇനി താഴെ ഇതുപോലെ മടക്കുക. ഇതാണ് നമ്മുടെ ഇതിൻ്റെ വലിപ്പം എന്ന് പറയണേ.
ഇങ്ങനെ മടക്കിയിട്ട് ജസ്റ്റ് സ്കെയിൽ കൊണ്ടെന്ന ആ അറ്റം ഇതാക്കി കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്യുക, കീറരുത് കേട്ടോ, സൂക്ഷിച്ച് വേണം. എന്നിട്ട് ഈ 2 സൈഡും ഇങ്ങനെ കോണോട് കോണിങ്ങനെ മടക്കുക. ഇതുപോലെ നന്നായിട്ട് മടക്കിയിട്ട് കൈയോടൊന്ന് പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ആ എഡ്ജ് നല്ല പോലെ പ്രസ് ചെയ്യണം. അതിനുശേഷം മറ്റേ 2 സൈഡ് ഉണ്ടല്ലോ, ആ സൈഡ് ഇതുപോലെ മടക്കണം. ഞാൻ സെയിം സ്കെയിൽ യൂസ് ചെയ്തിട്ട് ആ അറ്റം ഇതുപോലെ ആക്കുകയാണ്, നന്നായിട്ട് പ്രസ് ചെയ്യാണ്. ഇനി മറ്റേ സൈഡ് ഇതുപോലെ മടക്കുക. കണ്ടില്ലേ? എന്നിട്ട് വേണം നമ്മൾ ഗം യൂസ് ചെയ്യാൻ. കണ്ടോ, നമ്മൾ മുകളിലത്തേൻ്റെ ഓൾറെഡി പശ തേച്ച് ഒട്ടിച്ചു. ഇനി താഴത്തെയാണ് നമുക്ക് ഒട്ടിക്കാനുള്ളത്. ഈ സൈഡിൽ ഈ കോർണർ ഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. അകത്ത് വരുന്ന സ്ഥലങ്ങളിൽ കേട്ടോ, പുറത്തൊക്കെ നമ്മൾ കാണുന്ന ഭാഗത്തല്ല, അകത്ത് മടങ്ങിയിരിക്കുന്ന സ്ഥലത്ത് മാത്രം പശ തേച്ച് കൊടുക്കുക. 4 ട്രയാങ്കിൾ പോലെയുള്ള ഇടത്തും പിന്നെ ഈ ഒരു ഭാഗത്തുമാണ് ഞാൻ തേച്ചത്. കാരണം ഈ അടിയിലത്തെ ഭാഗമാണ് ഞാൻ മുകളിലേക്ക് വെക്കുന്നത്. കണ്ടില്ലേ? നന്നായിട്ട് പ്രസ് ചെയ്യുക. ഞാൻ ഈ മുകളിലത്തെ സൈഡ് ഗം വെച്ച് ഓൾറെഡി ഒട്ടിച്ചിട്ടുണ്ട്. ഞാനത് മടക്കിയത് കാണിച്ചില്ല, അപ്പം തന്നെ ഞാൻ പശ തേച്ച് ഒട്ടിച്ചായിരുന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കോർണർ ഭാഗത്ത് നമ്മളൊരു ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കില്ലേ, ആ ഭാഗത്തുനിന്ന് മുകളിലേക്ക് നമ്മൾ ഇതുപോലെ മടക്കുക. ഇങ്ങനെ കണ്ടില്ലേ? ഇതുപോലെ ഇങ്ങനെ മടക്കിയാൽ മതി. എന്നിട്ടത് നിവർത്തുമ്പോൾ ആ മടക്കിൻ്റെ അവിടെ വെച്ചിട്ട് വേണം അകത്തേക്ക് ഉള്ളിലേക്ക് മടക്കാൻ. കണ്ടില്ലേ? നമുക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമുക്കത് കിട്ടും. കണ്ടോ? റെഡി ആയിരിക്കുകയാണ്. കണ്ടോ? ഇനി നമുക്ക് വേണ്ട എന്താന്ന് വെച്ചാൽ ഇതിനൊരു ഹോള് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. കറക്റ്റ് ഒരേ ഡിസ്റ്റൻസിൽ വേണം ഹോൾ ഇട്ട് കൊടുക്കാൻ. ഞാൻ ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് നൂല് അതിലേക്ക് ആ ഹോളിലേക്ക് കയറ്റാം. ഹോള് ചെറുതാണെങ്കിൽ അതിൽ കുറച്ചുകൂടെ വലിയ ഹോളാക്കുക. എന്നിട്ട് അകത്തേക്ക് ഇട്ടിട്ട് അകത്തേക്ക് വേണം കെട്ടിടാൻ. എന്നിട്ട് ആവശ്യത്തിന് നീളത്തിന് നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. രണ്ട് സൈഡ് ഒരേപോലെ തന്നെ നീളത്തിൽ മുറിച്ചെടുക്കണം. അതുപോലെ അകത്ത് കെട്ടിടുമ്പോൾ നമ്മൾ ആ നീളം നോക്കി കെട്ടിടുക. അപ്പം ഇത്രയും നീളമുള്ള പേപ്പർ ബാഗല്ലേ, അപ്പം നമുക്ക് അതിനനുസരിച്ചിട്ട് കുറച്ച് നൂല് മതി. ഇത് 2 ഹോളിലും ഇതുപോലെ കയറ്റിയിട്ട് ഉള്ളിൽ കൂടെ കെട്ടിടുക. 2 കെട്ട് ഇടുക, ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഊരിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹോൾ ഇച്ചിരി ചെറുതായതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് വലുതാക്കുകയാണ്. ഈ നൂലങ്ങ് കയറ്റുക. എന്നിട്ട് അകത്ത് നമുക്ക് കെട്ടിടാം. സാധാരണ പോലെ തന്നെ കെട്ടിട്ടാൽ മതി. നൂലുള്ളിൽ കൂടെ വലിച്ചു കയറ്റി
കണ്ടോ, ഇതുപോലെ എടുക്കുക. എന്നിട്ട് മുറുക്കെ കെട്ടുക. ഇപ്പുറത്തും സെയിം. ഇങ്ങനെ മുമ്പില് ഉണ്ടാക്കിയ ആ ഹോൾഡ് അതേ ഇതിൽ തന്നെ പുറകിലും വേണം കേട്ടോ, ഇല്ലെങ്കിൽ വള്ളി രണ്ട് സൈഡിലേക്കാവും. അപ്പൊ നമുക്ക് പിടിക്കുമ്പോ ഒരു സുഖം ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ. എന്നിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചു നോക്കുക. കണ്ടില്ലേ? ഈ സെയിം തന്നെ പുറകിലും ഇതുപോലെ നൂല് ഇട്ട് കെട്ടിക്കൊടുക്കുക. അപ്പൊ കണ്ടോ, രണ്ട് സൈഡിലും ഞാൻ വള്ളി പിടിപ്പിച്ചിട്ടുണ്ട്. പശയാണെങ്കിൽ കുറച്ച് സമയം മതി. അപ്പോൾ ആ നനവ് പോലത്തെ പാടൊക്കെ മാറിക്കോളും. കണ്ടില്ലേ? അപ്പോൾ എൻ്റെ പേപ്പർ ബാഗ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എളുപ്പമല്ലേ? ന്യൂസ് പേപ്പർ എല്ലാവരുടെ കയ്യിൽ കാണും, പശയും കാണും നമ്മുടെ കയ്യിൽ, പിന്നെ ഒരു വള്ളി, എന്തെങ്കിലും വള്ളി, കുറച്ച് കനം കുറഞ്ഞ വള്ളി മതി, നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു വള്ളി മതി. കണ്ടില്ലേ? ബാഗിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നമുക്ക് അതിനകത്ത് വെയിറ്റ് എത്രയാണെന്ന് വെച്ച് ഉപയോഗിക്കാം. കണ്ടില്ലേ? ഇതുപോലെ നമുക്ക് നല്ല കട്ടിയുള്ള പേപ്പർ വെച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം.